ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ഇന്ന് ഹണിമൂൺ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അവിടെ എന്താണ് മറ്റേ എന്താ സംഭവിച്ച ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ട്. അതിന് ഏതാണ്ട് 6.99 അങ്ങനെ എന്തോ ആണ്. നമുക്ക് എന്തോരം വേണ്ടി അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാം. ഇപ്പം കറൻ്റ്ലി അവിടെ എന്തോ ഒരു ഓഫർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓഫറിൽ 5 പൗണ്ടിന് കിട്ടും, അല്ലെങ്കിൽ 6.9 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഐൽസ്ബറിയിലുള്ള അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്തായാലും ഒരു പേര് പിന്നെ പറഞ്ഞല്ലോ, ഏതാ ഹണിമൂൺ റെസ്റ്റോറൻറ്റ്. ഞാൻ ഇരിക്കുന്നില്ല പേര്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. നമുക്കപ്പം അവിടെ ചെന്നിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് അവരൊന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ നമ്മുടെ ടൈമിങ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ ടൈമിംഗ് അല്ല, മൊത്തത്തിലുള്ള ടൈമിങ് 8:30 to 11:30 വരെയാണ് നമുക്ക് അതിനുള്ള ടൈം. നമ്മൾ ഒത്തിരി സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ തിരിച്ചു വന്നിട്ട് നമുക്ക് പള്ളിയിൽ പോകണം. നമുക്ക് പള്ളിയിൽ 10 മണിക്കാണുള്ളത്. അപ്പോൾ തിരിച്ച് അരമണിക്കൂർ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തിട്ട് വേണം പള്ളിയിൽ പോകാൻ വേണ്ടി. അപ്പം നമുക്കവിടെ ചെന്നിട്ട് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി. ഇനിയിപ്പം മാപ്പിൽ 1 മിനിറ്റ് കൂടിയാണ് കാണിക്കുന്നത്. പിന്നെ പ്രത്യേക ഒരു കാര്യമുണ്ട്, സാറ്റർഡേയും സൺഡേ ആണ് ഈ ബൊഫെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഡേയ്സ് ഒന്നും ഈ ബൊഫെ ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ സാറ്റർഡേ സൺഡേ വരാൻ നോക്കണം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നമ്മൾ ഇതാണെന്ന് തോന്നുന്നു ആദ്യം നോക്കി ചർച്ച്. അല്ല. അപ്പോൾ ഇവിടെയാണോ പാർക്കിംഗ് ഉള്ളത്? എവിടെയാ കടാ? യെസ്, ആ കാണുന്നതാണ് കുട്ടികളെ. മഴയുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്, കാണാൻ പറ്റില്ല. സോ അതാണ് നമ്മളുടെ സ്ഥലം. ഫോക്കസ് ആവുന്നില്ല. ഹണിമൂൺ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. ഇവിടെ ചിക്കൻ ദം ബിരിയാണിക്ക് 2.99 പൗണ്ട്. അത് ടേക്ക് അവേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ തന്നെ അൺലിമിറ്റഡ് ബഫേയിലെ 6.99, അതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അതിനാണ് ഇപ്പോൾ 5 പൗണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയാം. നല്ല ചാറ്റൽ മഴയുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുകയാണേ. അപ്പോൾ ഇതാണ് നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ബുദ്ധൻ്റെയും മറ്റേ ആരുടെയൊക്കെയോ ഇത് ഗണപതി ആരുടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈശോയുടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഫുള്ളിങ്ങനെ മരത്തിൻ്റെ പോലെ കുറേ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ ചെല്ലുമ്പം ആ കോഡ് ഫസ്റ്റ് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് 5 പൗണ്ടിന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവർ നോർമലി 6.99 കൊടുക്കുന്നത്. അപ്പം ആ കോഡ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള ഫുഡുകൾ. ഇടിയപ്പം ഉണ്ടായിരുന്നു, ഊത്തപ്പം ഉണ്ടായിരുന്നു, ഇഡലി, ഉഴുന്നുവട, ഇത് പൂരി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കറികൾ, കേസരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കേസരിയൊക്കെ നല്ല സൂപ്പറായിരുന്നു. ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇതാണ് ഫുൾ ചട്നികൾ. അതും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഈ സെയിം തന്നെ നമ്മളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സൈഡിൽ തന്നെ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ അത് ഭയങ്കര രസമായിരുന്നു. ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല ഫുള്ളിങ്ങനെ വെള്ളമൊക്കെ വീഴുന്ന ശബ്ദം, പിന്നെ അടിപൊളി തമിഴ് മ്യൂസിക്കൊക്കെ ആയിരുന്നു അവരിട്ടിരുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചായയും കൊള്ളായിരുന്നു. കോഫി ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്ന ഫുഡുകൾ കാര്യങ്ങൾ. പിന്നെ അവിടുന്ന് അതിൻ്റെ ഫുഡിൻ്റെ ചട്നി വെച്ചേക്കുന്നതിന് അതിൻ്റെ തന്നെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. പിന്നെ അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ. അത് കാണാൻ നല്ല രസം കേട്ടോ. നോർമലി ഇങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയ മഴ പെയ്യുന്നുണ്ട്. ചെറിയ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. നമുക്ക് കാറിൽ കയറിയിട്ട് ഫുഡിനെ പറ്റിയുള്ള റിവ്യൂ പറയാം. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ലതായിരുന്നു. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇഡ്ഡലി. പിന്നെ ഇഷ്ടപ്പെടാഞ്ഞത് എന്തായിരുന്നു? ഇഷ്ടപ്പെടാഞ്ഞത് പൊങ്കലിയാ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയത് ഊത്തപ്പം നല്ലായിരുന്നു. പിന്നെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ഫുഡ് ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫുഡല്ല, പക്ഷെ എന്നാലും 5 പൗണ്ടിനുള്ള അത്യാവശ്യം നല്ല ഫുഡുകൾ ഉണ്ടായിരുന്നു.
പിന്നെ എന്തായിരുന്നു അത്യാവശ്യം ഞാൻ വീട്ടിലെല്ലാം കാണിച്ചിട്ടുണ്ട്. മറ്റേ ഊത്തപ്പം എന്നൊക്കെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല. ഏകദേശം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഊത്തപ്പം നല്ലായിരുന്നു. പിന്നെ വടയൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു തമിഴ് സ്റ്റൈലുള്ള വടകളും കാര്യങ്ങളായിരുന്നു. പിന്നെ ചട്നിയൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല മറ്റേ മാംഗോയുടെ ഒരു ചട്നി ഉണ്ട്, അതും ടേസ്റ്റ് ചെയ്യണം. ശരി, നമ്മുടെ ഒരു മാമ്പഴ പുളിശ്ശേരിയില്ലേ, ആ ഒരു രീതിയിലുള്ളൊരു ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകമായിട്ട് പറയണം, മസാല ദോശ വേണ്ടവർ ചോദിച്ചു മേടിക്കണം, അല്ലാതെ അവിടെ ഡിസ്പ്ലേ പോലെ ഉണ്ടാവത്തില്ല, ബൊഫെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ നമുക്ക് തരും. പിന്നെ ചെറിയൊരു മസാല ദോശയാണ്. യെസ്, ലൈവായിട്ടാണ് ഉണ്ടാക്കേണ്ടത്, അല്ല ഉണ്ടാക്കി തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇതിനകത്ത്. മറ്റേ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ക്യാഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ, കൊള്ളാം. ഈ റേഞ്ചിന് ഈ പ്രൈസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡാണ്. നമുക്ക് പോയി ട്രൈ ചെയ്യാം. നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കാം. പിന്നെ ഇതുണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തോ റാഗിയുടെ അങ്ങനെ എന്തോ ആയിരുന്നു, ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോയിലും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വേറെ എന്തായിരുന്നു, പിന്നെ നമുക്ക് ഈ 5 പൗണ്ടിന് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ പറയുന്ന കോഡ് കൊടുത്തിട്ടാണ് നമുക്ക് 5 പൗണ്ടിന് കിട്ടിയേക്കുന്നത്. അത് ഈ ജാൻ ലാസ്റ്റ് വരെ ഉണ്ടാവത്തുള്ളൂ. അപ്പം അങ്ങനെ പോവേണ്ടവർക്ക്, അല്ലെങ്കിൽ 5 പൗണ്ടിന് പോയി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കോഡ് ചോദിച്ചാൽ പറഞ്ഞുതരാം. ചോദിക്കുമ്പം ഞാൻ മെസ്സേജ് കമൻറ്റ് ഇട്ടാൽ മതി, കമൻറ്റിൽ പറയാം. പിന്നെ അവിടെ ടീ ഉണ്ട്, കോഫി ഇല്ല, ടീ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലൈം ജ്യൂസ് ഉണ്ട്. ലൈം ജ്യൂസിന് എന്തോ ഒരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. അത് എന്തിൻ്റെ ടേസ്റ്റാണെന്ന് നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ടേസ്റ്റ്. പക്ഷേ ആണെങ്കിൽ അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല പറയാൻ വേണ്ടി. ഇച്ചിരി ലൈം ജ്യൂസ് ആയിരുന്നു എടുത്തിരുന്നത്, ഞാൻ ടീ ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേണ്ടാണ് എടുത്തത്. അവിടെ ഇൻറ്റീരിയൽ ഭയങ്കര രസമാണ്, ഇൻറ്റീരിയൽ കാണാൻ വേണ്ടി. ശരിക്കും ഒരു ശ്രീകൃഷ്ണൻ്റെ ഒക്കെ വെച്ചിട്ടൊരു, അല്ല കൃഷ്ണൻ്റെ അതേ തോന്നുന്നു, അവരുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചാൽ ശരിക്കും കാണാൻ ഭയങ്കര രസം കേട്ടോ. ആ ഒരു സ്ഥലത്ത് എത്തിയ പോലെ തോന്നുന്നുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ബുദ്ധൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരുടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈശോയും മാതാവും അവരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. ഇൻറ്റീരിയറിൽ ഫുള്ള് കാണാൻ നല്ല രസമാണ്. ശരിക്കും നമ്മളൊരു എന്താ പറയുക, ഒരു ഗാർഡൻ്റെ അങ്ങനത്തെ ഒക്കെ ഏരിയയിൽ ഫുഡ് കഴിക്കുന്ന പോലെ തോന്നുന്നു. കാരണം എല്ലായിടത്തും ഇങ്ങനെ ഫുള്ള് എന്താണ് പറയുക, മരങ്ങളൊക്കെ പോലെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. അവരുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തതിന് ഒരു 100-ൽ 200-300 മാർക്ക് കൊടുക്കുക. അത്ര രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതെ. ആ ഒരു ലൈറ്റിൻ്റെ ഇതാണെങ്കിലും ശരി. പിന്നെ അതിൻ്റെ സൈഡിലൊരു ബാർ കൗണ്ടറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ 2.99 അതിൻ്റെ ചിക്കൻ ദം ബിരിയാണിയാണ്. അത് വേണ്ടവർക്ക് അപ്പം തന്നെ നമുക്ക് വാങ്ങിക്കാം. പാഴ്സലും അവർ ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും ടൈപ്പ് ഫുഡ് വീഡിയോകളൊക്കെ ഇടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.